ഇപ്പം ഗ്യാസിനെല്ലാം ഭയങ്കര ക്ഷാമല്ലേ. അന്നേരം നമ്മൾ നല്ല ലാഭിക്കാനുള്ള ഐഡിയകൾ പറഞ്ഞുതരാം. എന്നുവെച്ചാൽ നമ്മൾ ചൂടുവെള്ളം തിളപ്പിക്കൂലേ, അന്നേരം ആദ്യം തിളപ്പിക്കാൻ വെച്ച പാടെ അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ പാല് തിളപ്പിക്കാണ്ടെന്ന് വെച്ചോ, ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് അന്നേരം തന്നെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത്രയും ഗ്യാസ് നഷ്ടമാണ്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ പാലും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുക. അതായത് ഇതിപ്പോൾ ഞാൻ തിളപ്പിച്ചു, ഞാനിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അന്നേരം എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടും നമ്മൾ ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ ആ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് അങ്ങ് മാറിക്കിട്ടും. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുപ്പ് മാറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഒരു ആവറേജ് ചൂടുണ്ടാവും, അതിൻ്റെ മുകളിലവിടെ കുറച്ച് നേരം വെച്ചാൽ മതി. അപ്പോൾ ആ ചൂടോടുകൂടി നമ്മൾ തിളപ്പിക്കാൻ വെക്കുക. അപ്പം വേഗം തിളച്ച് കിട്ടും, പാല് തിളച്ച് കിട്ടും. അപ്പോൾ അവിടെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു അടപ്പും കൂടി അടച്ചിട്ട് വേണം തിളപ്പിക്കാൻ. അടനെ നിൽക്കണം. ഇനി നമ്മൾ ഈ പാല് തിളച്ചതില്ലേ അതിൻ്റെയും മുകളിൽ നമ്മളൊരു അടപ്പാട വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഫ്രിഡ്ജിൽ നിന്ന് കൂട്ടാനെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുക. ഉണ്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കൂട്ടാനാണ് സാമ്പാർ. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്കതും ചൂടായി കിട്ടും. ഗ്യാസ് ലാഭമല്ലേ.